നിങ്ങളെ പത്രക്കാരെ മാധ്യമങ്ങളെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്നത് നിങ്ങൾ ജേർണലിസ്റ്റ് എന്ന പൊസിഷൻ ഒക്യുപ്പൈ ചെയ്യുന്നതുകൊണ്ടാണ്. നിങ്ങളുടെ ഇൻറ്റഗ്രിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പ്രൊഫഷണൽ എത്തിക്സ്, മിനിമം എത്തിക്സ് നിങ്ങൾ കാണിക്കും എന്നതുകൊണ്ടാണ് നമ്മളെ എതിർക്കുന്ന, നമ്മൾ വിമർശിക്കുന്ന ആളുകളാണെങ്കിൽ പോലും നമ്മൾ ആ രീതിയിൽ റെസ്പെക്ട് ചെയ്യണം. പക്ഷേ ഞാൻ അതിനുശേഷം ഇമ്മീഡിയറ്റ് ആയിട്ട് ആ ഫോൺ വെച്ചതിന് ശേഷം ഞാൻ ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചു. ഞാൻ എൻ്റെ ഒരു സ്വഭാവം വെച്ച് ഈ ഫോൺ റെക്കോർഡ് ചെയ്തുകൊണ്ട് കാണിക്കലും കേൾപ്പിക്കലും ഒന്ന് എൻ്റെ നേച്ചറിൽപ്പെട്ടതല്ലാത്തതുകൊണ്ട് എനിക്കത് ചെയ്യാൻ കഴിയില്ല. ഞാനിതിൻ്റെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരോട് സംസാരിച്ചു. അതുകൂടാതെ അയാളുടെ ഹയറപ്സിലുള്ള ആൾ രണ്ടാമത് ഞാൻ റീകൺഫേം ചെയ്തു. ദ കാറ്റഗോറിക്കലി ടോൾഡ് മീ ദാറ്റ് ഇന്ന് ഈ സമയം വരെയുള്ള ഇൻവെസ്റ്റിഗേഷനിൽ സാറിൻ്റെ പേര് അദ്ദേഹം പറയുകയോ ഞങ്ങളുടെ മുമ്പിൽ വരികയോ ചെയ്തിട്ടില്ല. ഏറ്റവും അതിൻ്റെ ഉന്നതനായിട്ട് ഉദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞു, സർ അങ്ങനെ ഒരു പരാമർശം ഉണ്ടെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് പോലീസ് വിൽ ബി അറ്റ് യുവർ ഡോർ സ്റ്റെപ്സ് ടു ആസ്ക് യു. ഇപ്പം നിങ്ങൾ തെറ്റുകാരനാണെന്ന് കണ്ടിട്ടല്ല, ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് ചോദിക്കാൻ ഞങ്ങൾ വരുമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ദേ കൺഫേം ദാറ്റ് ഇതുവരെ അങ്ങനെ സ്റ്റേറ്റ്. അപ്പോൾ അതായത് ഒരു ബേസും ഇല്ലാതെ അന്തരീക്ഷത്തിൽ ഇങ്ങനെ ഒരു ചർച്ച ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി ഈ റിപ്പോർട്ടർ ചാനൽ എന്തിനു വേണ്ടി ഇത് ചെയ്യുന്നു, ആർക്കു വേണ്ടി ഇത് ചെയ്യുന്നു? ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇങ്ങനെയുള്ളവർ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ക്രെഡിബിലിറ്റി അല്ല അഫക്റ്റഡ് ആവുന്നത്. യു ജസ്റ്റ് ടേക്ക് ഇറ്റ് ഫ്രം മീ, ദ എൻറ്റയർ മീഡിയ ഈസ് ഗെറ്റിംഗ് അഫക്റ്റഡ്. ഇപ്പം എന്നെപ്പോലെ ആൾക്ക് പറയാതിരിക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഈ മൈക്കും നിങ്ങളുടെ കയ്യിൽ ജേർണലിസ്റ്റിൻ്റെ ടാഗും ഉണ്ട് എന്നതുകൊണ്ട് യു ക്യാൻ ഡു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം, നോ പ്രോബ്ലം. പക്ഷേ ഒരു ചാനലിലോ ഒരു പത്രപ്രവർത്തകൻ്റെ മേലങ്കി അണിഞ്ഞുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് ദയവ് ചെയ്ത് നിങ്ങൾ അവസാനിപ്പിക്കും. നികേഷിൻ്റെ വഴിയെ പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് രാഷ്ട്രീയത്തിൽ വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ അന്തസ്സായിട്ട് ആണുങ്ങളെ പോലെ രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചു വരണം. അതല്ലാതെ ഏതെങ്കിലും പാർട്ടിക്ക് വേണ്ടി വിടുപണി ചെയ്യാനുള്ള ഒരു ജോലിയായി പത്രപ്രവർത്തനം ദയവ് ചെയ്ത് കാണരുത്. ഈ വൈകുന്നേരം നിങ്ങൾ കോട്ട് സൂട്ട് വിട്ട് വന്നിരുന്ന് ഈ വൈകുന്നേരം പറയുന്ന കാര്യങ്ങൾ ഈ സാധാരണ ആളുകൾ, വീട്ടമ്മമാർ, സാധാരണക്കാർ, ജനങ്ങൾ വിശ്വസിക്കുക. എന്തുകൊണ്ടാണെന്നറിയോ? നിങ്ങൾ അണിയുന്ന മേലങ്കി അതായതുകൊണ്ടാണ്.